ടി ബൽറാം സ്ഥാനമൊഴിയുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം GST പരിഷ്കരണത്തെ പരിഹസിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കേരള ഘടകം ഒരു എക്സിലൊരു ട്വീറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ ഈ സോഷ്യൽ മീഡിയ വിങ്ങിൻ്റെയൊക്കെ ചുമതല ടി ബൽറാം ഒഴിയാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്, പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ബിയും ബീഹാറും തുടങ്ങുന്നത് ബിയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററാണ് അത്രയധികം വിവാദം ഉണ്ടാക്കിയത്. അത് BJP വലിയ രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ദേശീയ തലത്തിൽ. അതുകൊണ്ടൊക്കെ ഒരു സമ്മർദ്ദം കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി പരിശോധിക്കുന്നത്. അജിം സർ, എന്തുകൊണ്ടായിരിക്കും ടി ബൽറാം ഈ ഒരു ഘട്ടത്തിൽ ഒഴിയുന്നത്? ടി ബൽറാമിൻ്റെ കീഴിലാണ് ഈ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ആളുകൾക്ക് പുതിയ വാർത്തയാണ്. മുമ്പ് സൈരനായിരുന്നു അതിലുണ്ടായിരുന്നു. പക്ഷേ ബൽറാം ഒരിക്കലും അതിൻ്റെ ഒരു ഫ്രണ്ട് ലൈനിൽ വരികയോ ആളുകൾക്ക് അങ്ങനെ അറിയുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കേരളത്തിൽ നിന്നൊരു ട്വിറ്റർ ഹാൻഡിൽ എന്ന നിലയിൽ കോൺഗ്രസ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. ട്വിറ്റർ ഹാൻഡിൽ വളരെ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. വളരെ മികച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് AICCക്ക് ഒരു ട്വിറ്റർ ഹാൻഡിലുണ്ട്, അതത് സംസ്ഥാനങ്ങൾക്കുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ട്വിറ്റർ ഹാൻഡിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരള ട്വിറ്റർ ഹാൻഡിൽ, കോൺഗ്രസിൻ്റെ കേരള ട്വിറ്റർ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. ഒരുപക്ഷെ AICCയുടെ ട്വിറ്റർ ഹാൻഡിലേക്കാൾ നന്നായി കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലാണ് കോൺഗ്രസ് കേരള എന്ന് പറയുന്നത്. ഞാൻ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ അത് വളരെ മികച്ചത്. ഒരുപക്ഷെ മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട പല കാര്യങ്ങളും ആ ട്വിറ്റർ ഹാൻഡിലൂടെ അവർ പുറത്തു കൊണ്ടുവരാറുണ്ട്. ചില ആംഗിളുകൾ അവർ ചൂണ്ടിക്കാട്ടാറുണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പൊളിറ്റിക്കലി നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഏറ്റവും മികച്ച ഒന്ന് തന്നെയാണ് കോൺഗ്രസ് കേരള എന്ന് പറയുന്നത്. കാരണം അവരെ പെറ്റി പൊളിറ്റിക്സ് പറയുന്നതിന് പകരം രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിവാദമായിട്ടുള്ള ഈ ട്വീറ്റ് പോലും യഥാർത്ഥത്തിൽ ഈ GST പരിഷ്കരണത്തെ വിമർശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുറേ അധികം ട്വീറ്റുകളിലൊന്ന് മാത്രമാണ്. അതിലൊന്നിൽ അതൊക്കെ ഒരു ബാഡ് ടേസ്റ്റുള്ളതായിപ്പോയി എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണം ഇപ്പോൾ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുടെ GST കുറയ്ക്കുന്നതിൽ ബീഡിക്ക് ഏർപ്പെടുത്തിയ നികുതി വളരെ ചെറുതാണ്. ഇപ്പോൾ ബീഡിക്ക് ഏർപ്പെടുത്തിയ നികുതി ചെറുതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുസ്സൂചനയോടെ പറയുന്നു ബീഹാറും ബീഡിയും തുടങ്ങുന്നത് ബിയിലാണല്ലോ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ആളുകൾ മനസ്സിലാക്കുക ബീഡി വലിക്കുന്നവർ കൂടുതൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ GST പരിഷ്കരണം എന്നുള്ളതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ബീഹാറിലുള്ളവർ ബീഡി വലിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അതെന്തോ മോശമായിട്ട് അവിടെ പ്രചരിപ്പിക്കാൻ BJP തീരുമാനിക്കും. BJPയെ സംബന്ധിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ആളുകളാണ് BJPയുടെ IT സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ദുസ്സൂചനയുള്ള ഒരു ബാഡ് ടേസ്റ്റുള്ള ഒരു ട്വീറ്റ് അവരെങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇലക്ഷൻ വരാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും AICCക്ക് അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം തേജസ്വി യാദവ് ഉൾപ്പെടെ അതിൽ വളരെ രോഷാകുലനായി. കാരണം ഈ ഒരു ട്വീറ്റ് അവർ വ്യാപകമായി പ്രചരിപ്പിക്കാനുണ്ടോ, കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടോ നമ്മൾ ബീഡി വലിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ബീഡിക്ക് നികുതി കുറച്ച് നമ്മളെ ഉദ്ദേശിച്ചാണെന്ന് ബീഹാറുകളെ പരിഹസിക്കുന്ന രീതിയിലാണ് ട്വീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് BJP വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്നൊരു സമയം ഒരു നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഇനിയിപ്പോൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ പോലും, ഇപ്പോൾ ബൽറാം അതിൽ നിന്ന് പുറത്തു വന്നാൽ പോലും ആ ട്വിറ്റർ ഹാൻഡിൽ നിലനിൽക്കുന്ന ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം അതിന് പിന്നിൽ വലിയൊരു ടീമാണോ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൽറാം അല്ലാതെ നേരെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അതിന് പിന്നിൽ വലിയൊരു ടീമുണ്ട്. അത് നന്നായിട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ സൂക്ഷ്മത എന്ന വാക്ക് വളരെ വളരെ പ്രധാനമാണ്. കാരണം ഒരു ചെറിയ വീഴ്ച ഉണ്ടായാൽ ആ വീഴ്ചയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില വലുതായിരിക്കും, വലിയ വിലകളായിരിക്കും. അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് മണിശങ്കർ അയ്യർ RSSൻ്റെയും BJPയുടെയും അതിശക്തനായ വിമർശനമാണ്. ആ വിമർശിക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ കോൺഗ്രസിന് എന്തുമാത്രം തിരിച്ചടി പലപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മോദിയെ നീചൻ എന്ന് വിളിച്ച ഒരു സംഭവം, അത് BJP വേറെ രീതിയിലാണ് അതിനെ പ്രചരിപ്പിക്കുക. നീചൻ എന്ന് വിളിച്ചാൽ ഇദ്ദേഹം OBC ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ നീചൻ എന്ന് വിളിക്കുന്നതെന്നാണ് BJP അവിടെ പ്രചരിപ്പിക്കുക. അപ്പോൾ ട്വിറ്ററിലാവട്ടെ, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലാവട്ടെ, പ്രസംഗങ്ങളിലാവട്ടെ കോൺഗ്രസ് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം എതിരാളികൾ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്, ഇല്ലാത്തത് ഉണ്ടാക്കിയെടുത്ത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറിയ വീഴ്ച, ആ വീഴ്ച അവരെങ്ങനെയായിരിക്കും പ്രചരിപ്പിക്കുക എന്നുള്ളത് ഊഹിക്കാൻ പോലും കഴിയില്ല. കാരണം അതിന് അമിത്ഷാ തന്നെ ടെസ്റ്റ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്. അമിത്ഷാ 2019 മുമ്പ് രാജസ്ഥാനിൽ ജയ്പൂരിലോ മറ്റോ നടക്കുന്ന ഒരു BJP കാര്യകർത്താക്കളുടെ ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ, അഖിലേഷ് യാദവ് മുലായം സിംഗിൻ്റെ കരണത്തടിച്ചു എന്ന ഒരു വാർത്ത നമ്മൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു വാട്സപ്പിൽ. അത് ഇന്ത്യയിലെ ജനങ്ങൾ, UPയിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചു. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണ് നമ്മുടേത് എന്ന് പ്രസംഗിക്കുന്ന വീഡിയോ എപ്പോഴും യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു എതിരാളിയുടെ മുമ്പിൽ ഒരു ചെറിയ ദുസ്സൂചന, ബാഡ് ടേസ്റ്റുള്ളൊരു കാര്യം ഇട്ട് കൊടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് ബൽറാമിന് പറ്റിയ അബദ്ധമാണോ, ഇനി അതല്ല ബൽറാം എല്ലാ ട്വീറ്റും നോക്കിയിട്ടാണ് അത് ചെയ്യാമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു നടപടി എന്ന നിലയിൽ AICC ആവശ്യപ്പെടുമ്പോൾ KPC എടുത്താൻ വഴിയുള്ളതാണ്. ബൽറാം എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു, ബൽറാം കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കിയെന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല.
നിഷാദ്, ഇത് ബീഹാറിൽ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. വോട്ടറാധികാര യാത്ര കഴിഞ്ഞ ഉടനെയാണ് ഈ ട്വീറ്റ് വരുന്നത്. അങ്ങനെ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് ബീഹാറിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് കോട്ടം തട്ടുമോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ട്വീറ്റ് കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ ശേഷിയുള്ളതാണെന്ന് തോന്നുന്നില്ല. BJP പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ പയറ്റുകയും ചെയ്യും, അത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ, വോട്ടർ അധികാര യാത്ര നടക്കുന്ന സമയത്ത് സദസ്സിൽ നിന്നാണ് ആരോണ്ട് ഈ മോദിയുടെ അമ്മയ്ക്കെതിരായിട്ടുള്ള പേര് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞത്. അത് വോട്ടർ അധികാര യാത്രയുടെ മൊത്തം മുദ്രാവാക്യത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് മോദി കരയുന്നത് നമ്മൾ കണ്ടു. എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചു, നാടിനെ അധിക്ഷേപിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ബന്ധം പ്രഖ്യാപിച്ചു എന്ന്. അതിൽ പക്ഷേ ബീഹാറിലെ മുഴുവൻ മനുഷ്യരുടെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ ആ ബന്ധത്തിനൊപ്പം കൂട്ടാൻ പറ്റിയില്ലല്ലോ. BJPക്കാർ മാത്രം അവരുടെയും കൊലാലമുണ്ടാക്കി ഒഴിച്ചു നിർത്തിയാൽ ബീഹാർ മുഴുവൻ അയ്യോ ഞങ്ങളുടെ മോദിജിയുടെ അമ്മയെ അധിക്ഷേപിച്ചു എന്ന മറ്റുള്ള ആരും രംഗത്ത് വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് ആളുകളെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ട്വിറ്റർ ഹാൻഡിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് ബീഹാറിൽ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ സൂക്ഷ്മത, അത് അജിംസ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ BJPയുടെ കാലത്ത് നമ്മൾ എങ്ങനെ സൂക്ഷ്മത പാലിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റൻസ് പോലും ഉന്നയിച്ചാൽ അതിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയാം. ഇതിപ്പോൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദിയിൽ നിന്ന് ആരോ അമ്മയുമായി ബന്ധപ്പെട്ടെന്തോ വിളിച്ചു പറഞ്ഞു. അത് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ന മട്ടിലാണ് ബന്ധനൊക്കെ ആഹ്വാനം ചെയ്തത് എന്ന് കാണണം. അതിപ്പോൾ ഈ കാര്യത്തിലായാലും അതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവർക്കറിയാം. അതിപ്പോൾ വളരെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതും വളരെ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ റേസ് ചെയ്യാൻ ശ്രമിച്ചാലും അതിനകത്ത് നിന്ന് സംഗതികൾ അടർത്തിയെടുത്ത് പാകിസ്ഥാൻ വാദമായിട്ടും മുസ്ലിം വാദമായിട്ടും മുല്ല വാദമായിട്ടും ഒക്കെ കൊണ്ടുവരാൻ മടിയില്ലാത്തവരാണ്. അപ്പോൾ അവരുടെ കാലത്ത് സൂക്ഷ്മത വേണമെന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ എത്ര സൂക്ഷിച്ചാലും നിങ്ങളുടെ പേരിനകത്തു നിന്നോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നോ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിൽ നിന്നൊക്കെ അവർക്ക് അവരുടേതായ അജണ്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അടർത്തിയെടുക്കലുകൾ സാധ്യമാണ്. ആ പ്രശ്നം അവിടെ ഉണ്ട്. ഇത് ഈ പറഞ്ഞ വളരെ പ്രധാന കാര്യമാണ്. രാജ്യത്താകമാനം കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് ഇത്. കാരണം ഒരു കാലത്ത് അത് ഭയങ്കരമായ ഒരു ആചാരാനുഷ്ഠാനം പോലെ പോയിക്കൊണ്ടിരുന്നതാണ്. വാർത്താ സമ്മേളനങ്ങളിലെ സംഗതികൾ മാത്രം അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. അവരുടെ സോഷ്യൽ മീഡിയ ഈ മൂന്നാമത്തെ തോൽവിക്ക് ശേഷവും ആ സോഷ്യൽ മീഡിയയുടെ മാത്രം ഒരു തളർച്ച കാണുന്നില്ല. അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു ആവേശക്കുറവൊന്നും തോന്നുന്നില്ല. അവർ വളരെ ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണണം. അവരുണ്ടാക്കുന്ന ഓരോ ദിവസവും ഉണ്ടാക്കുന്ന വീഡിയോകൾ, AI വെച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന വീഡിയോകൾ, അതിൽ കൊണ്ടുവരുന്ന ചില ഹാഷ്ടാഗുകൾ, ഇവയെല്ലാം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അവർ വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തുകയും അതിന് വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് അതിൻ്റെ ഒരു റേഞ്ചിനൊപ്പം പിടിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഹാൻഡിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെതാണ്. നിരന്തരമായി ക്വാളിറ്റി പൊളിറ്റിക്സും ക്വാളിറ്റി സ്ലോഗൻസും അത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ബൽറാം വരുന്നതിന് മുമ്പും അത് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബൽറാം ഉള്ളപ്പോഴും ചെയ്യുന്നു. ഞാൻ വിചാരിക്കുന്ന ബൽറാം പോയാലും ചെയ്യും കേട്ടോ. ബൽറാം എല്ലാ ദിവസവും പോയിട്ട് ഇന്ന സംഗതി ചെയ്യുന്നവർ അദ്ദേഹം അല്ലല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ചുമതലക്കാരൻ മാത്രമാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ പറയാം ഓരോ ചുമതലക്കാരുണ്ടാവുമല്ലോ, ആ നിലയ്ക്കുള്ള ചുമതലക്കാരൻ മാത്രമാണ് ബൽറാം എന്നാണ് വിചാരിക്കുന്നത്. മറിച്ച് അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നില്ല. അതിനകത്ത് കൊള്ളാവുന്ന ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടീമിന് ഇനിയും അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതിപ്പോൾ അവർക്കെന്തോ മഹാപരാധം പറ്റിപ്പോയി ഞാൻ വിചാരിക്കുന്നില്ല. കാരണം BJP ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബീഹാറിന് വേണ്ടിയാണ്. ആർക്കറിയാത്തത്? എല്ലാ കാര്യവും ബീഹാറിന് വേണ്ടിയാണ്. അതായത് പെഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ ആദ്യം പെഹൽഗാമിൽ പോകാതെ ബീഹാറിൽ പോയി. എന്തിനാണ്? ബീഹാറിൽ വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ബീഹാറിൽ ഇപ്പോൾ ചെയ്യുന്ന SIR എന്തിനാണ്? ബീഹാറിൽ വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. ബീഹാറുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ബീഹാറിന് വോട്ട് കിട്ടാനാണ്. അപ്പോൾ അതത് സംസ്ഥാനങ്ങൾ എന്തിനാണ് ഡൽഹി ഇലക്ഷൻ നടക്കുമ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ടാക്സ് വേണ്ട എന്തിനാണ്? അത് ഡൽഹിയിലെ മധ്യവർഗത്തിന് വോട്ട് കിട്ടാനാണ്. അപ്പോൾ അതത് സമയത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്താണോ അതിനനുസരിച്ച് മാത്രം ഈ പറഞ്ഞ ഇളവുകളും പദ്ധതികളും പ്രഖ്യാപിക്കുകയും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP. അപ്പോൾ ആ സംഗതിയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ ഒന്നാണ് ഈ ബീഹാർ BD. അത് ശരിയാണ്, അത് കുറച്ച് കയ്യിൽ നിന്ന് പോയ സംഗതിയാണ്. അത് അവർ മനസ്സിലാക്കുകയും പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന BJP-യാണ്. BJP-യിൽ നിന്ന് എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പറയുന്നത്? വെറുപ്പും വിദ്വേഷവും മാത്രം പറയുന്ന, ആളുകളെ വിഭജിച്ച് വർത്തമാനം പറയുന്ന BJP-യാണ് അയ്യോ ബീഹാറികളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞത്. BJP അതെടുക്കും മാത്രമേ നമുക്കൊരു തമാശ തോന്നുള്ളൂ. അതർവൈസ് അപ്പുറത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട തേജസ്വി യാദവിനെ പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് കൺസേൺ എടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ പേജ് ആകെ അബദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും നന്നായി പൊളിറ്റിക്സ് സംസാരിക്കുകയും ഏറ്റവും നന്നായി മടുക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലാണ്. അവർ നന്നായി പ്രവർത്തിക്കട്ടെ എന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഈ വിവാദം അവരെ തളർത്താൻ പാടില്ല. അതിന് മാത്രം ഒരു മഹാപരാധമൊന്നും സംഭവിച്ചു പോയിട്ടില്ല. ഒരു സാധനം പാളി തിരുത്തി കഴിയണം.